ഒരുപാട് സുഹൃത്തുക്കളുള്ള ഒരു വ്യക്തി കൂടെ. പഠിച്ചതല്ല ഇവിടെ തന്നെ. ഇവിടെ ജനിച്ചു വളർന്ന ആളാണ്. പണ്ടത്തെ പോലെ ഇങ്ങനെ വണ്ടി കയറി എത്തിയാണ്. അല്ല, വണ്ടി കയറി ഇവിടുത്തെ ഒരു മലയാളിയായിട്ടല്ല കാണുന്നത്. അല്ല അല്ല അല്ല, ഇവിടുത്തെ ആളാണ്. ബേസിക്കലി അങ്ങനെ പറയാൻ അത് വേണേ അങ്ങനെ പറയാം. ഷീൽഡ് പോലെ ഉറപ്പിച്ചു. But I was really shocked. Goosebumps വരുന്നുണ്ട്. I was really shocked. Correct. Yeah, I'm not saying, I'm not lying. നമസ്കാരം. ഐക്കൺസ് ഓഫ് ഇന്ത്യയുടെ പുതിയ അധ്യായത്തിലേക്ക് സ്വാഗതം. നമ്മളിന്നുള്ളത് മഹാരാഷ്ട്രയിലെ ഹനുമാൻ നഗറിലാണ്. ഇന്ന് നമുക്കൊപ്പം ഉള്ളത് VB ട്രേഡിംഗ് കോർപ്പറേഷന്റെ മാനേജിംഗ് ഡയറക്ടർ ബിപിൻ നായർ സാറാണ്. നമുക്ക് അദ്ദേഹത്തെ സ്വാഗതം ചെയ്യാം. നമസ്കാരം സാർ. നമസ്കാരം. ബിപിൻ നായർ സാറെ കണ്ടത് ഭയങ്കര സന്തോഷമാണ്. ഭയങ്കര പോസിറ്റീവ് എനർജി, ഇങ്ങനെ ചിരിച്ചുകൊണ്ട് ഇരിക്കുന്ന ഒരു മനുഷ്യൻ. അടുത്ത് വരാൻ കഴിഞ്ഞതിൽ വലിയ സന്തോഷം. പിന്നെ ഒരുപാട് സുഹൃത്തുക്കളുള്ള ഒരു വ്യക്തി കൂടെയാണ് ഇവിടെ വന്നിട്ട് അല്ലേ? അതും ഇവിടുത്തെ നാട്ടുകാരാണ് കൂടുതൽ സുഹൃത്തുക്കൾ. ഇതൊക്കെ എങ്ങനെ സംഭവിച്ചെടുത്തു? ഞാൻ ഇവിടെ പഠിച്ചതുമല്ല ഇവിടെ തന്നെ. ഇവിടെ ജനിച്ചു വളർന്ന ആളാണ്. പണ്ടത്തെ പോലെ ഇങ്ങനെ വണ്ടി കയറി എത്തിയാണ്. അല്ല, വണ്ടി കയറി എത്തിയല്ല. അല്ല. അപ്പം എൻ്റെ ഫ്രണ്ട്സ്, ഞാൻ കൂട്ടത്തിൽ പഠിച്ച പിള്ളേരാണെങ്കിലും എന്നാലും എല്ലാം കൂടുതലും എൻ്റെ ഇവിടുത്തെ പിള്ളേരും മറ്റു ജാതിക്കാരുമാണ്. അപ്പോൾ ഞാനൊരു സൊസൈറ്റി ക്ലബിന്റെ മെമ്പറൊക്കെയാണ്. ആൾക്കാർ ഇവിടുത്തെ ഒരു മലയാളിയായിട്ടല്ല കാണുന്നവര്. അല്ല അല്ല അല്ല, ഇവിടുത്തെ ആളാണ്. ബേസിക്കലി അങ്ങ് പറയാൻ അത് വേണേ അങ്ങനെ പറയാം. സാറിന്റെ നാടൊക്കെ എവിടെയാണ് സാർ? എൻ്റെ നാട് ചെങ്ങന്നൂര്, അങ്ങാടിക്കൽ എന്ന് പറയുന്നത്. നാട്ടിലെ ഫാമിലിയെ കുറിച്ച് പറയുകയാണെങ്കിൽ അച്ഛനും അമ്മയൊക്കെയാണ്? ഇല്ല, അച്ഛനും അമ്മയും രണ്ടുപേരും എന്റെ കൂട്ടത്തിൽ തന്നെയാണ്. ഇവിടെ തന്നെയാണ്. എനിക്കൊരു സിസ്റ്റർ ഉണ്ട്, ഒരു ബ്രദർ ഉണ്ട്. ബോംബെയിൽ എത്തുന്നത് എങ്ങനെയാണ്? അല്ല, അച്ഛനായിട്ട് വന്നതാണ്. ഫാദർ ഇവിടെ ആയിരുന്നു. എന്ത് ബിസിനസ് ആയിരുന്നു ഫാദറിന്? ഫാദറിന് എയർ കണ്ടീഷനിങ്ങിന്റെ കോൺട്രാക്ടർ ആയിരുന്നു. എന്നാണ് ഇങ്ങനെ ഒരു സംരംഭം ഇവിടെ തുടങ്ങിയിട്ട് എത്ര നാളാവും? ഞാനിപ്പോൾ ഇരിക്കുന്ന സംരംഭം തുടങ്ങുന്നത് 2014 ബേസിക്കലി എയർ കണ്ടീഷനിങ് കോൺട്രാക്ടറാണ്. അച്ഛൻ്റെ ബിസിനസ് തന്നെ ക്യാരി ഫോർവേഡ് ചെയ്യുക. അതൊരു മെയിൻ്റനൻസ് ഫീൽഡും ഇതൊരു സെയിൽസ് ഫീൽഡും ആകുമ്പോൾ ഡിഫറെൻറ്റ് കാറ്റഗറീസ് ആണ്. സോ ദേ ടെസ്റ്റഡ് അസ് ഫോർ 2 years. പിന്നെ അത് കഴിഞ്ഞിട്ട് ഞങ്ങൾക്ക് 2016 ഫസ്റ്റ് ടൈം ഞങ്ങൾ അംഗീകരിക്കപ്പെടുന്ന ഇതിന്റെ ഡീലറായിട്ട് ബന്ധം. അതുപോലെ അങ്ങനെയാണ് അന്ന് സർട്ടിഫിക്കറ്റും പിന്നെ അതൊക്കെ കിട്ടുന്നത്. ഞങ്ങളുടെ ആ സമയത്താണ് ഞങ്ങളുടെ സർട്ടിഫിക്കേഷൻ എല്ലാം നടത്തുന്നത്. പിന്നെ തൊട്ട് 2 വർഷം കൂടി ഇരിക്കുമ്പോൾ എനിക്ക് ബെസ്റ്റ് സെയിൽസിന്റെ അവാർഡും കിട്ടിയത്. നിങ്ങൾ ബാക്ക് സൈഡിൽ നിങ്ങൾ കാണാൻ ചെറിയൊരു മൊമെന്റോ വെച്ചിരിക്കുന്നു, അപ്കമിങ് ഡീലർ എന്ന് പറഞ്ഞാൽ കേട്ട്. അവിടെ ഈ ജേർണി 2024 വരെ ഇപ്പോൾ വലിയ കുഴപ്പമില്ലാതെ ഇങ്ങനെ പോകുന്നു. നമുക്കപ്പോൾ ഇനി ഈ കൊറോഷീൽഡിനെ കുറിച്ചൊന്ന് സംസാരിക്കാം. നമ്മുടെ കൊറോഷീൽഡ് എന്ന് പറയുമ്പം ഇത് ബേസിക്കലി റൂഫിംഗ് സ്ക്രൂസ് എന്നാണ് പറയുന്നത്. ഇത് നമ്മൾ ഷെഡ് ഉണ്ടാക്കുന്നത്, സ്കൈ വാക്ക് ഉണ്ടാക്കുന്നത്, പിന്നെ വലിയ വലിയ എയർപോർട്ട്സ് ഉണ്ടാക്കുന്നത്, മെട്രോ സ്റ്റേഷൻസ് ഉണ്ടാക്കുന്നത്, ഇതിനെല്ലാം എവിടെയൊക്കെ ഷീറ്റ്, മെറ്റൽ ഷീറ്റ് യൂസ് ചെയ്യുന്നു, അല്ലെങ്കിൽ ഫൈബർ ഷീറ്റോ എന്ത് ഷീറ്റാണെങ്കിലും നമ്മൾ ഷെഡ് ഉണ്ടാക്കുകയാണെങ്കിലും എന്തുണ്ടാകും, അതിൻ്റെ പുറത്തുനിന്ന് അടിക്കുന്ന സ്ക്രൂ ആണ്. ആക്ച്വലി ഫിക്സിങ്ങിന് വേണ്ടി സ്ക്രൂ ആണ്. ഈ സ്ക്രൂവും നോർമൽ സ്ക്രൂവുമായിട്ടുള്ള ഡിഫറൻസ് ഞാൻ ബേസിക്കലായിട്ട് പറയാം. നമ്മളൊരു സ്ക്രൂ വീട്ടിൽ തന്നെ ഫിറ്റ് ചെയ്യുകയാണെങ്കിൽ നമ്മളൊരു പൈലറ്റ് ഹോൾ ആദ്യം ഡ്രിൽ ചെയ്യും, പിന്നെ അതിൻ്റെ അകത്ത് ഒരു തടി കഷ്ണം കയറ്റും, പിന്നാണ് സ്ക്രൂ ഫിറ്റ് ചെയ്യുന്നത്. ഇത് മെറ്റലിൽ ഫിക്സ് ചെയ്യുമ്പോൾ ഡയറക്റ്റായിട്ട് ഡ്രിൽ മെഷീനെ വെച്ചിട്ട് ഡയറക്റ്റായിട്ട് അങ്ങ് ഡ്രിൽ ചെയ്ത് പോവുക. ഒന്നും ഹോൾ ആദ്യം ഇടേണ്ട ആവശ്യമില്ല. അതിൻ്റെ ഒരു മെഷീനുണ്ട്, നമ്മുടെ നോർമൽ ഡ്രിൽ മെഷീൻ്റെ സ്ഥാനത്ത് സ്ക്രൂ ഡ്രൈവിംഗ് മെഷീൻ എന്ന് പറഞ്ഞ് കാണാൻ ഡ്രിൽ മെഷീൻ പോലെ തന്നെയാണ്. അതിൻ്റെ അത് സോക്കറ്റ് ഇടുക, സ്ക്രൂ വെക്കുക, നേരെ അവരതിൻ്റെ മണ്ടയ്ക്ക് കയറി അതിൻ്റെ ടോപ്പിൽ കയറി ഇരുന്നിട്ട് പെർലിൻ ഡ്രിൽ ചെയ്ത് ഓട്ടോമാറ്റിക്കായി പോയി അത് ഫിക്സ് ആവും. ഇപ്പോൾ നിങ്ങൾ ഓൾ ഓവർ ഇന്ത്യ, പാൻ ഇന്ത്യ നിങ്ങൾ നോക്കുവാണെങ്കിൽ ഏത് ഷെഡ്സ് ആണെങ്കിലും എന്തുവാണെങ്കിലും ദീസ് ആർ ഓൾ ഫിറ്റഡ് ബൈ ദ സെൽഫ് ഡ്രില്ലിംഗ് ഫാസ്റ്റനേഴ്സ് ഉണ്ട്. അതിനകത്തുനിന്ന് ഒരു ബ്രാൻഡ് എൻ്റെ കയ്യിലാണ് ഉള്ളത്, അതാണ് കൊറോഷീൽഡ്. വേറെ ബ്രാൻഡ്സ് ഉണ്ട്. ദിസ് ഈസ് വൺ ഓഫ് ദ പ്രീമിയം ബ്രാൻഡ് നൗ അവൈലബിൾ ഇൻ ഇന്ത്യ. വൺ ഓഫ് ദ പ്രീമിയം ബ്രാൻഡ്. ആൻഡ് ഈ ബ്രാൻഡിൻ്റെ സ്പെഷ്യാലിറ്റി എന്ന് വെച്ചാൽ ദീസ് ആർ അവൈലബിൾ. ഇറ്റ്സ് എൻ MNC കമ്പനി. ദീസ് ആർ അവൈലബിൾ ത്രൂ ഔട്ട് ദ വേൾഡ്. ഇറ്റ്സ് എൻ ഇന്റർനാഷണൽ പ്രോഡക്റ്റ്. ഇത് ആക്ച്വലി മാനുഫാക്ചർഡ് ഇൻ തൈവാൻ ആൻഡ് ഹാവിങ് ദർ ഓഫീസ് ഇൻ സിംഗപ്പൂർ. സിംഗപ്പൂരിലാണ് അവരുടെ ഹെഡ് ഓഫീസ്. മാനുഫാക്ചറിങ് ഹബ്ബ് തൈവാനും ഇതൊക്കെയാണ്. പിന്നെ ഇന്ത്യൻ ഹെഡ് ഓഫീസ് എന്ന് വെച്ചാൽ ഇന്ത്യൻ ഇമ്പോർട്ടർ മെയിൻ ബേസ് ചെന്നൈയാണ്. അതല്ല, ആൾക്കാർ ഷീറ്റ് മേടിക്കുന്നത് ഗൂഗിൾ ചെയ്യും, വിച്ച് ഈസ് ദ ബെസ്റ്റ് ഷീറ്റ്. But they don't Google which is the best screw. ഇനി ഫാമിലിയിലേക്ക് വരാം. ഫാമിലി എൻ്റെ വൈഫ് കായംകുളത്ത്, ഞാൻ നാട്ടിൽ നിന്നാണ് കല്യാണം കഴിച്ചിരിക്കുന്നത്. അവൾ കായംകുളം മുതുകുളം എന്ന് പറയുന്ന സ്ഥലം. വൈഫിൻ്റെ പേര് ബിന്ദു. എനിക്കൊരു മോന് എഞ്ചിനീയറിംഗ് കഴിഞ്ഞു. മോൻ്റെ എഞ്ചിനീയറിംഗ് കഴിഞ്ഞു. അവനിപ്പം ഇവിടെ ഐറോളിയിൽ മൈൻഡ് സ്പേസ് എന്ന് പറഞ്ഞ സ്ഥലത്ത് ജോബിലാണ്. കെ റഹേജയ്ക്കകത്ത് ജോബിലാണ്. മകൻ്റെ പേര് ആദിത്യ. വൈഫ്, അച്ഛൻ, അമ്മ, പിന്നെ ഞാൻ പറഞ്ഞല്ലോ ഒരു സിസ്റ്റർ, ഒരു ബ്രദർ. സിസ്റ്റർ ദുബൈയിൽ സെറ്റിൽഡ് ആണ്. ബ്രദർ ഇവിടെ കല്യാൺ വെസ്റ്റിൽ തന്നെ. ഹി ഈസ് ചീഫ് എഞ്ചിനീയർ ഇൻ മർച്ചന്റ് നേവി. അതുപോലെ സാർ, ഈ ഇന്ന് എത്രത്തോളം തൊഴിലാളികൾ
അതാണല്ലോ ഒരു മലയാളി കാരണം എത്ര ഇല്ല, തൊഴിലാളികളുണ്ട് എൻ്റെ അടുത്ത് ഇപ്പോൾ രണ്ടുപേരും. അത് എൻ്റെ തുടക്കത്തിൽ തൊട്ടേ അവർ വേണ്ട. അതിൻ്റെ അകത്ത് നിന്ന് ഒരാളാണ് പുള്ളി നിൽക്കുന്നത്. അല്ലെ അങ്ങനെ ഞങ്ങളുടെ ട്രേഡിങ്ങിൻ്റെ ബിസിനസ് അല്ലേ, ഞങ്ങൾക്ക് സ്റ്റാഫിൻ്റെ അങ്ങനെ കൂടുതൽ ആവശ്യം വരത്തില്ല. രണ്ടുപേരും തന്നെ ധാരാളമാണ്. കോവിഡ് കാലഘട്ടത്തിലൊക്കെ എന്തെങ്കിലും പ്രതിസന്ധിയൊക്കെ വന്നിട്ടുണ്ടായിരുന്നോ? ഇല്ല, അങ്ങനെ വലിയ എനിക്ക് ബുദ്ധിമുട്ടുണ്ടായി. ദൈവം സഹായിച്ച് അങ്ങനെ ബുദ്ധിമുട്ടുണ്ടായി. ടൂറിസം സാധ്യത കേരളത്തിന് മാർക്ക് കൊടുക്കാല്ലേ? ബെസ്റ്റ്. ഇല്ല, കേരളത്തിന് എല്ലാത്തിനും മാർക്ക് കൊടുക്കാം. ഫ്ലഡ് കഴിഞ്ഞില്ലായിരുന്നു കേരളത്തിൽ. ഫ്ലഡ് കഴിഞ്ഞിട്ട് എൻ്റെ അമ്മ അച്ഛൻ നാട്ടിലുണ്ട്. ഞാൻ കേരളത്തിലോട്ട് വന്നു. ബട്ട് ഐ വാസ് റിയലി ഷോക്ഡ് ആൻഡ് ഐ വാസ് റിയലി ഹാപ്പി. ഞാൻ ചെങ്ങന്നൂരായിരുന്നല്ലോ. അപ്പോൾ ചെങ്ങന്നൂർ ഞങ്ങൾ കുറച്ച് ഹൈ ഓൾട്ടിറ്റ്യൂഡിലാണ്. ആറന്മുള സൈഡിൽ മൊത്തം വെള്ളത്തിലാണ്. അത് കഴിഞ്ഞുണ്ടാക്കിയ റോഡ്സിന്റെ ക്വാളിറ്റി ഹാറ്റ്സ് ഓഫ്. അത് ഞാൻ ഇവിടുത്തെ ആൾക്കാരോട് ഇത് പറയും, നിങ്ങളത് കാണണ്ടായിരുന്നു. ഞാൻ ഐ വാസ് സത്യം ഞാൻ പറയുവാണ്, ഗൂസ് ബംസ് വരുന്നുണ്ട്. ഐ വാസ് റിയലി ഷോക്ഡ്. ഐ ആം നോട്ട് സെയിങ്, ഐ ആം നോട്ട് ലൈങ്. ഒരുപാട് സന്തോഷം. ഈ കഥകൾ ഇനിയും ഒരുപാട് ഉയരങ്ങൾ ഉണ്ടായിരുന്നു. എന്തായാലും മഹാരാഷ്ട്ര നമ്മുടെ അണ്ടറിലാണ്, ഇന്നും ഉയരങ്ങളെ ഉണ്ടാവുകയുള്ളൂ. അങ്ങനെ തന്നെ സംഭവിക്കട്ടെ എന്ന് മാത്രം ആശംസിക്കുന്നു. നല്ലത് വരട്ടെ. നമസ്കാരം.